ലാബ് 34 ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഒന്നാമത്തെ ചോദ്യം, യൂസിംഗ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. നമുക്കിവിടെ കമാൻഡ് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എസ് ക്യു ആർ ടി എക്സ് സ്ക്വയർ പ്ലസ് 1. ഈ കമാൻഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കമാൻഡ് നമുക്ക് ജിയോജിബ്ര ഇൻപുട്ട് ബാറിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എസ് ക്യു ആർ ടി എക്സ് സ്ക്വയർ എക്സ് ഷിഫ്റ്റ് 6 2 പ്ലസ് 1. എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ചോദ്യത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ്, യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് എ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് 2, 4 ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to f of x, x axis between x is equal to 2 and x is equal to 4. എ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് 2, 4 എന്നുള്ള ആ ഒരു കമാൻഡ് നമുക്ക് ഇൻപുട്ട് ബാറിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എ ഈക്വൽ ടു ഇൻ്റഗ്രൽ ബ്രാക്കറ്റിൽ എഫ് 2, 4, അതിനുശേഷം എൻ്റർ നൽകുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ എഫ് എന്ന് കീഴിലുള്ള ഫംഗ്ഷന് എക്സിൻ്റെ വാല്യൂ 2 മുതൽ 4 വരെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഏരിയ എ ഈക്വൽ ടു 6.34 നമുക്കിവിടെ കിട്ടിയിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു ഫംഗ്ഷന് കീഴെ എക്സ് ആക്സിന് മേളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. ഇൻ്റഗ്രൽ എഫ് 2, 4, അതായത് 2 മുതൽ 4 വരെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ. ഇനി വീണ്ടും ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ എഫ്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡർ ടൂളിൻ്റെ കൂടെയുള്ള ലാസ്റ്റ് ടൂൾ ഇൻപുട്ട് ബോക്സ് ടൂൾ എടുക്കുന്നു. ഓൾജിബ്ര വ്യൂവിൽ ഗ്രാഫിക്സ് വ്യൂവിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ബോക്സ് വന്നിട്ടുണ്ട്. അവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ക്യാപ്ഷൻ എന്നുള്ളിടത്ത് നമ്മൾ എഫ് എന്ന് കൊടുക്കുന്നു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം എഫ് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ബോക്സ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. വീണ്ടും അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നു, വി ക്യാൻ എഡിറ്റ് ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദ റീജിയൻ എ ഐദർ ഫ്രം ദ ഗ്രാഫിക്സ് വ്യൂ ഓർ ഫ്രം ദ ഓൾജിബ്ര വ്യൂ. അതായത് ഇപ്പോൾ നമുക്കിവിടെ കിടക്കുന്ന ഏരിയ 2 മുതൽ 4 വരെയുള്ള ഭാഗത്തിൻ്റെയാണ്. ഈ ഏരിയ 2 മുതൽ 4 വരെ എന്നത് മാറ്റിയിട്ട് മറ്റ് വാല്യൂസ് ആക്കണമെങ്കിൽ ഈ എ എന്നതിൻ്റെ മേളിൽ നമ്മൾ ഓൾജിബ്ര വ്യൂവിലോ ഗ്രാഫിക്സ് വ്യൂവിലോ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ 2ഉം 4ഉം വാല്യൂസ് മാറ്റി എവിടെ മുതൽ എവിടെ വരെയുള്ള ഏരിയ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 2ഉം 4ഉം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എയുടെ മേളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇൻഫർമേഷൻ മാത്രമാണ്. ഇവിടെ ഒരു ഹിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നു, ഫോർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ ഫൈൻഡ് ദ ആൻസർ ഐദർ ബൈ യൂസിങ് ദ ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എബവ് ഓർ ബൈ ഡയറക്റ്റ് ഇൻപുട്ട് മെത്തേഡ്. താഴെ പറഞ്ഞിരിക്കുന്ന ഏരിയ ഒന്നെങ്കിൽ നമ്മൾ കർവുകൾ ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ചെയ്തോ അല്ലെങ്കിൽ മേളിൽ പറഞ്ഞിരിക്കുന്ന ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ടോ കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2 പറഞ്ഞിരിക്കുന്നു, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y സ്ക്വയർ ഇസ് ഇക്വൽ ടു x - 1, x ഇസ് ഇക്വൽ ടു 2, x ഇക്വൽ ടു 6 ആൻഡ് എബവ് ദ x ആക്സിസ്. y സ്ക്വയർ ഈക്വൽ ടു x - 1ൻ്റെ കീഴെ എക്സിൻ്റെ വാല്യൂ 2 മുതൽ 6 വരെ എക്സ് ആക്സിന് മേളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എഫിൻ്റെ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കേണ്ട ഫംഗ്ഷൻ ഏതാണ്? നമുക്കിവിടെ തന്നിരിക്കുന്നത് y സ്ക്വയർ ആണ്. y സ്ക്വയർ ഈക്വൽ ടു x - 1 എന്നാണ്. പക്ഷേ y ആണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. y സ്ക്വയർ ഈക്വൽ ടു x - 1 ആണെങ്കിൽ y എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x - 1 ആണ്. അതായത് എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് x - 1 ആണ്. അപ്പോൾ എഫിൻ്റെ ഇൻപുട്ട് ബോക്സിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് എസ് ക്യു ആർ ടി ബ്രാക്കറ്റിൽ എക്സ് - 1 എന്നാണ്. എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x - 1ൻ്റെ ഗ്രാഫാണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 മുതൽ 6 വരെയാണ് നമ്മൾ ഏരിയ കാണേണ്ടത്.
പക്ഷേ ഇവിടെ 2 മുതൽ 4 വരെ നേരത്തെ ആപ്ലെറ്റിൻ്റെ ഏരിയയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഇവിടെ 2 മുതൽ 6 വരെ ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏരിയയുടെ മേളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. 2 4 എന്നുള്ള മാറ്റിയിട്ട് 2 6 എന്നാക്കുന്നു. അപ്ലൈ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം 2 മുതൽ 6 വരെ ഈ കർവിൻ്റെ കീഴിലുള്ള ഏരിയ വന്നിട്ടുണ്ട്. A = 6.79. ഇപ്പോൾ നമ്മൾ പേപ്പറിൽ എഴുതേണ്ട ആ ഒരു ആൻസർ ഏരിയ = 6.79 എന്നാണ്. എല്ലാ ആൻസറുകളും നമ്മൾ കൃത്യമായിട്ട് പേപ്പറിൽ എഴുതി പോകണം എന്നുള്ള കാര്യം ഓർക്കണം. വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y = 2 sin 2x between x = 2 x = 3. y = 2 sin 2x. ഈ കർവിൻ്റെ കീഴെ എക്സിൻ്റെ വാല്യൂ 2 മുതൽ 3 വരെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന y ആണ്. നമ്മൾ f(x)ൽ നേരെ ഈ y ഇൻപുട്ട് ചെയ്യുന്നു. അത് 2 sin 2x എന്നാണ്. 2 sin ബ്രാക്കറ്റിൽ 2x എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇനി ഇവിടെ നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഏരിയ അത് 2 മുതൽ 3 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏരിയയുടെ മേളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് 2 6 എന്ന് നേരത്തെ കൊടുത്തിരുന്നത് മാറ്റി 2 3 എന്നാക്കുന്നു. നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ഈ ഏരിയ നമുക്ക് കിട്ടിയിരിക്കുന്നത് A = -1.61 എന്നാണ്. ഈ ഏരിയ മൈനസ് വരാൻ കാരണം എക്സ് ആക്സിൻ്റെ കീഴെയാണ് ഈ ഏരിയ വരുന്നത് എന്നതുകൊണ്ടാണ്. ഈ ഒരു ഏരിയയെ നമ്മൾക്ക് പോസിറ്റീവായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ 2 sin 2x എന്നുള്ളത് ഒരു അബ്സൊല്യൂട്ട് വാല്യൂവിൽ ആക്കി കൊടുത്താൽ മതി. അതായത് ABS 2 sin 2x എന്ന് എഴുതിയാൽ മതി. അങ്ങനെയെങ്കിൽ ഈ കർവ് എക്സ് ആക്സിൻ്റെ മേളിലേക്ക് വരികയും ഏരിയ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ ഏരിയ മൊത്തമായിട്ടും എക്സ് ആക്സിൻ്റെ താഴെ ആയതുകൊണ്ട് ഇത് എക്സ് ആക്സിൻ്റെ മേളിലേക്ക് വരികയാണെങ്കിൽ ഈ ഏരിയ പോസിറ്റീവായിട്ട് വരും. അതായത് ഏരിയ ആയിട്ട് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ അത് 1.61 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡുലസ് ഓഫ് 2 sin 2x എന്ന് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ABS ബ്രാക്കറ്റിൽ 2 sin വീണ്ടും ബ്രാക്കറ്റിൽ 2x എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ഏരിയ പോസിറ്റീവായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. A = 1.61. ഇതാണ് നമ്മൾ പേപ്പറിൽ എഴുതേണ്ട ആൻസർ. നാലാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y = x⁵5 between x = -1 x = 3. നമുക്ക് തന്നിരിക്കുന്ന y ആണ്. y x⁵5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ f(x)ൻ്റെ ഇൻപുട്ട് ബോക്സിൽ x⁵5 എന്ന് നമ്മൾ കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് x⁵5ൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഈ x⁵5ൻ്റെ ഗ്രാഫിൻ്റെ കീഴിൽ എക്സിൻ്റെ വാല്യൂ -1 മുതൽ 3 വരെയുള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഈ ഏരിയയുടെ മേളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ 2 3 എന്നത് മാറ്റി -1 3 എന്ന് നമ്മൾ ആക്കി മാറ്റുന്നു. അപ്ലൈ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന A = 121.33. പക്ഷെ നമുക്കിവിടെ കാണാം ചെറിയൊരു ഭാഗം ഏരിയ എക്സ് ആക്സിൻ്റെ കീഴെ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ എക്സ് ആക്സിൻ്റെ കീഴെ വന്നിരിക്കുന്ന ഏരിയ നെഗറ്റീവായിട്ടാണ് ഇതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 121.33 എന്നുള്ള ഈ ടോട്ടൽ ഏരിയ അത്ര ശരിയല്ല. 121.33ലും കൂടുതലാണ് ഏരിയ. കാരണം ഈ താഴെ വന്നിരിക്കുന്ന ഭാഗം മൈനസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ മോഡുലസ് ഇട്ട് കൊടുക്കണം. ഏരിയ മേളിലേക്ക് വന്നാലേ അത് പോസിറ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ആ ഏരിയ കൂടി ഇതിൻ്റെ കൂടെ ചേരണമെങ്കിൽ അത് എക്സ് ആക്സിൻ്റെ മേളിൽ വരണം. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ABS x⁵5 എന്ന് നമ്മൾ കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം -1 മുതൽ 3 വരെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 121.67 ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതായത് ഏരിയ എക്സ് ആക്സിൻ്റെ താഴെ വരുന്നൊരു ഭാഗമുണ്ടെങ്കിൽ നമ്മൾ മോഡുലസ് ഇട്ട് കൊടുക്കണം, ABS ഇട്ട് കൊടുക്കണം എന്നുള്ളൊരു കാര്യം ഓർക്കണം. അഞ്ചാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ സർക്കിൾ x² + y² = 36. x² + y² = 36 എന്ന് പറയുന്ന ഈ സർക്കിളിൻ്റെ ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് y കണ്ടുപിടിക്കുകയാണെങ്കിൽ y² = 36 - x² എന്ന് വരും. y എന്ന് പറയുന്നത് √36 - x² എന്ന് വരും. അതായത് ഈ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ കൊടുക്കേണ്ടത് SQRT ബ്രാക്കറ്റിൽ 36 - x² എന്ന് നമ്മൾ കൊടുക്കണം, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെമി സർക്കിൾ വന്നിരിക്കുന്നത് കാണാം.
ആ സെമി സർക്കിൾ കിട്ടിയിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 36, അതായത് റേഡിയസ് 6 ആയിട്ട് വരുന്ന ആ സർക്കിളിൽ നിന്നാണ് നമുക്ക് ഈ സെമി സർക്കിൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ എടുത്തിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഏരിയ 23.19 എന്ന് പറയുന്ന ഏരിയ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ ആ ഏരിയ കണ്ടിരിക്കുന്ന ലിമിറ്റുകൾ കിടക്കുന്നത് നേരത്തെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് -1 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏരിയയുടെ മേളിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ -1 എന്നുള്ളത് മാറ്റി 0 മുതൽ 6 വരെ ആക്കുക. ഞാനതിനെ 0.6 എന്നാക്കുന്നു. അതിനുശേഷം അപ്ലൈ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഷെയ്ഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ A = 28.27 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ടോട്ടൽ ഏരിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ 28.27നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 28.27 എന്നുള്ളത് A എന്ന പേരിൽ ഇവിടെ കിടപ്പുണ്ട്. അതായത് 4A നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. താഴെ ഇൻപുട്ട് ബാറിൽ നമ്മൾ നേരെ 4A എന്നങ്ങ് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് 113.1 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 113.1 ആണ്. നമ്മൾ പേപ്പറിൽ എഴുതേണ്ട ടോട്ടൽ ഏരിയ 113.1. നമ്മൾ -6 മുതൽ 6 വരെയുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ 0 മുതൽ 6 വരെയുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. f(x) ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് √36 - x² എന്നാണ്. അതായത് x² + y² = 36 എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ y വാല്യൂ ആണ് നമ്മൾ എഫിൻ്റെ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കേണ്ടത്. അത് √36 - x² എന്നാണ്. ഈ രീതിയിലാണ് നമ്മൾ ഈ ലാബിൻ്റെ ആൻസറുകൾ എഴുതേണ്ടത്.